ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊന്ന് തഞ്ചാവൂർ കറങ്ങിയിട്ട് വന്നാലോ? രാത്രി 11 മണിക്ക് എറണാകുളത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് നമുക്ക് തഞ്ചാവൂർക്ക് എത്താം. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. അവിടെ ഫുൾ AC ഉള്ള റൂമും നമുക്ക് ഫ്രഷ് ആവാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. അതിനുശേഷം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോടും കഴിച്ച് ചെറിയൊരു തുക കൊടുത്താൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള വണ്ടിയും കൂടി അവൈലബിൾ ആവും കേട്ടോ. നമുക്ക് ആദ്യം നേരെ മറാത്ത പാലസും മ്യൂസിയം ലൈബ്രറിയും കാണാം. ഇവിടെ പ്രവേശനത്തിനായി ടൈം ഉണ്ട് കേട്ടോ. കൂടാതെ ഇവിടെ പ്രവേശനത്തിനായിട്ട് 50 രൂപ എൻട്രൻസ് പാസും കൂടി എടുക്കണം. പാലസിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ് നമുക്ക് ഈ മെയിൻ എൻട്രൻസിൽ നിന്നും 150 മീറ്റർ പോയി കഴിഞ്ഞാൽ വീണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും. വീണ ഉണ്ടാക്കുന്ന ഒരു A to Z വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അതിനുശേഷം ചെറിയൊരു ഉച്ചയൂണും കഴിഞ്ഞ് നേരെ പോയത് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാർക്ക് ഉണ്ട്. അവിടേക്കാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലാണെങ്കിൽ 4 മണിക്കാണ് അവിടെ ക്ഷേത്രനട തുറക്കുന്നത്. 1010 AD 7 വർഷം കൊണ്ട് അരുൾമൊഴിവർമ്മൻ മഹാദേവനോടുള്ള ഭക്തിയിൽ പണി കഴിപ്പിച്ച ലോകത്തിലെ തന്നെ അപൂർവ നിർമ്മിതിയായ കോവിൽ നടന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആക്ച്വലി പൊന്നിയിൻ സെൽവമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. ഒത്തിരി നിഗൂഢതകൾ ഒളിപ്പിച്ചുള്ള ഈ തഞ്ചാവൂർ ക്ഷേത്രം എത്ര കണ്ടാലും മതി വരില്ല.